എന്തെങ്കിലും പാളിപ്പോയിട്ടുള്ള അബദ്ധങ്ങൾ അല്ലെങ്കിൽ പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർ എന്തുകൊണ്ടായിരിക്കും അത് പരാജയപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ളത് അതിന് പാഠം ഉൾക്കൊണ്ടിട്ട് വേണം നമ്മൾ തിരുത്താനായിട്ട്. അത് മാത്രമല്ല, നല്ലൊരു കമ്പനിയിൽ ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതും എനിക്കൊരു നിർബന്ധമുള്ള കാര്യമായിരുന്നു. നമ്മൾ പഠിച്ചതും അതാണല്ലോ. അത് മാത്രമല്ല, പിന്നെ കാണുന്നതും വളരുന്നതും. എനിക്ക് ഈ പറഞ്ഞ പോലെ വിജയിച്ചവരുടെ കഥ കാണാനും കുറച്ച് എന്തെങ്കിലും പാളിപ്പോയിട്ടുള്ള അബദ്ധങ്ങൾ അല്ലെങ്കിൽ പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർ എന്തുകൊണ്ടായിരിക്കും അത് പരാജയപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ളത് അതിന് പാഠം ഉൾക്കൊണ്ടിട്ട് വേണം നമ്മൾ തിരുത്താനായിട്ട്. അപ്പൊ അങ്ങനെ ഒബ്സർവ് ചെയ്യാനായിട്ട് എനിക്ക് ഇഷ്ടം. അപ്പൊ അതുപോലെ എന്താ പറയുക, ഞാൻ എന്നെ തന്നെ ഒരു പീപ്പിൾസ് പേഴ്സൺ ആയിട്ട് കണക്കാക്കാം. അപ്പൊ ഒരുപാട് ഈ പറഞ്ഞ പോലെ കോൺവെർസേഷൻസ് ആയാലും ബന്ധങ്ങളായാലും സൗഹൃദങ്ങൾ ധാരാളം ഉണ്ട്, ബിസിനസ്സിലായാലും അല്ലെങ്കിൽ. അപ്പൊ ഇങ്ങനെ എല്ലാവരോടും സംസാരിച്ച് നമ്മൾ പുതിയ പുതിയ ടെക്നോളജി ആയാലും പുതിയ മറ്റുള്ളവർ എന്താ ചെയ്യുന്നതെന്ന് ഒബ്സർവ് ചെയ്ത് അങ്ങനെ നമ്മളത് അഡാപ്റ്റ് ചെയ്ത് പ്രൊഡക്ട്സ് കൂട്ടിക്കൊണ്ട്. എത്ര പ്രൊഡക്ട്സ് ഉണ്ട് ഇപ്പൊ? നമുക്ക് 100-ൽ കൂടുതൽ പ്രൊഡക്ട്സ് ഉണ്ട്. ഫാക്ടറി വലുതായോ? ഫാക്ടറി ഇപ്പോ നമ്മളൊരു 100,000 സ്ക്വയർ ഫീറ്റിലാണ്.